ഹലോ ഡേഡേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ചാനൽ കാണും മുമ്പ് നിങ്ങളെല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. രാവിലെ തന്നെ പ്രീ മാർക്കറ്റ് ന്യൂസ് കിട്ടി ഗ്ലോബൽ മാർക്കറ്റൊക്കെ അറിഞ്ഞ് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഗുണകരമായിരിക്കുമല്ലോ. നമ്മുടെ മാർക്കറ്റ് ഇന്നലെ 26,000 മുകളിൽ ക്ലോസ് നടത്തി. പ്രധാനമായിട്ടും ഈ ബബിളാണോ സ്റ്റോക്കുകൾ ബബിളാണോ എന്നുള്ള ഒരു റീസൺ കൊണ്ട് യു എസിൽ ഡോ എല്ലാം തന്നെ ഈ 2000 പോയിൻറ്റിലേറെ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് എൻവിഡിയയുടെ റിസൾട്ട്. ട്രംപ് ബില്ല് ഒപ്പുവെച്ചു. അങ്ങനെ യു എസ് മാർക്കറ്റ് ഇന്നലെ തിരിച്ചു കയറി. ഇന്ത്യൻ മാർക്കറ്റും ഓൾറെഡി തന്നെ ഇന്നലെ പോസിറ്റീവായിരുന്നു. നിഫ്റ്റി കുറച്ചും കൂടി ഒന്ന് മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്. ഇന്നലെ നമുക്ക് നിഫ്റ്റി 50യിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളതിൽ 5 കമ്പനിയിൽ ആദ്യത്തെ ടോപ്പ് 4 കമ്പനിയും IT കമ്പനീസ് തന്നെയാണ്. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റ് ഏറ്റവും താഴെ നാസ്ഡാക്ക് പോസിറ്റീവായിരുന്നു, ഡോ പോസിറ്റീവായിരുന്നു. എന്നാൽ യൂറോപ്യൻ മാർക്കറ്റ് ഫ്ലാറ്റിലായിരുന്നു. അതായത് യൂറോപ്യൻ മാർക്കറ്റ് ആ ഒരു പോസിറ്റിവിറ്റി യൂറോപ്യൻ മാർക്കറ്റിൽ കിട്ടിയില്ല. ഇന്ന് കിട്ടുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. ജപ്പാൻ മാർക്കറ്റ് കാണാം 1700 പോയിൻ്റ് അഥവാ 3.64% ഒരു റാലി. കൊറിയ, ചൈന, ഓസ്ട്രേലിയ റാലിയിലാണ്. ഗോൾഡ് ഒന്ന് ഇടിഞ്ഞിട്ടുണ്ട്, $4,095 ആയിട്ടുണ്ട്. ബ്രന്റ് ഓയിൽ 63, ബിറ്റ് കോയിൻ 92,000 സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ 200 പോയിൻ്റ് അപ്പിലാണ്. നിഫ്റ്റി ഏറ്റവും ടോപ്പിൽ കാണാം 26,154. തൊട്ട് താഴെ കാണാം നിഫ്റ്റി ഫ്യൂച്ചർ 26,078. അതായത് നിഫ്റ്റി നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഫർദറായിട്ട് ഒരു 50 പോയിൻറ്റിലൊക്കെ മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സെൻസെക്സ് ആണ് നമ്മുടെ എക്സ്പയറീസ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് തന്നെ കോൾസൈഡൊക്കെ ഷോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം ഗോൾഡ്മാൻ സാക്ക് എന്ന് പറയുന്ന യു എസിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റേറ്റിംഗ് ഏജൻസിയിലെ തന്നെ സെൻസെക്സിൻ്റെ എല്ലാം ടാർഗറ്റ് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ 95,000 അപ്ഗ്രേഡ് ചെയ്തതും നമ്മൾ കണ്ടു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളൊക്കെ പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. മാർക്കറ്റ് സമയത്ത് കുറച്ച് സ്റ്റോക്കുകളൊക്കെ നമ്മൾ പബ്ലിക് ന്യൂസ് ചാനൽ ഇടാറുണ്ട്. ടെലഗ്രാം ചാനലാണ്, സെർച്ച് ചെയ്യേണ്ട. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള റീൽസുകളെല്ലാം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഓഫീസും അങ്ങനെയുള്ള പല പല കാര്യങ്ങളും നമ്മൾ അവിടെയും പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻസ്റ്റയിലും ഫോളോ ചെയ്യുക. ഇപ്പോൾ എല്ലാ ആൾക്കാരും ഇൻസ്റ്റയിലാണ്. അപ്പോൾ ഇൻസ്റ്റയിലും തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ഫസ്റ്റ് കമൻറ്റിലുണ്ട് ഇൻസ്റ്റയുടെ നമ്മളുടെ ID. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ആദ്യം NBCCക്ക് $29 ബില്യൺ $29 ബില്യൺ അല്ല, 29 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. കാപ്രി ഗ്ലോബൽ കമ്പനി ഇവരൊരു സബ്സിഡിയറി കമ്പനി ഫോം ചെയ്തിട്ടുണ്ട്. ഇൻഷുറൻസ് മേഖലയിലേക്ക് ഇവർ കടന്നു വരികയാണ്. വാസ്വിനി ഇൻഡസ്ട്രീസ് കമ്പനി ഇവരുടെ എക്സിസ്റ്റിംഗ് പ്ലാന്റ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു. RPSG വെഞ്ചേഴ്സ് കമ്പനി ഒരു FSP ഡിസൈനിൻ്റെ 40% സ്റ്റേക്ക് അക്വയർ ചെയ്തു. UFO മൂവീസ് കമ്പനി മിറാജ് സിനിമാസായിട്ട് അഡ്വർടൈസ്മെൻറ്റ് 239 സ്ക്രീനുകളിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനായിട്ട് ഒരു കോൺട്രാക്റ്റ് കമ്പനികളും സൈൻ ചെയ്തിട്ടുണ്ട്. NTPC ഗ്രീൻ കമ്പനി റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് സിംഗിരി കളക്ഷൻ എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. വരുൺ ബീവറേജസ് കമ്പനി കെനിയയിൽ ഇവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് അവരുടെ ഒരു സബ്സിഡിയറി കമ്പനി രൂപീകരിച്ചു. മഹീന്ദ്ര ഹോളിഡേയ്സ് കമ്പനി 1000 കോടി രൂപ മുടക്കി ലിഷർ ഹോസ്പിറ്റാലിറ്റി ബിസിനസ് ചെയ്യാനായിട്ട് ധാരണയായി. HG ഇൻഫ്ര കമ്പനിക്ക് 274 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഡാബർ ഇന്ത്യ കമ്പനി അവർക്ക് ടാക്സ് ഡിമാൻഡ് നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു, 110 കോടി രൂപയുടെ നോട്ടീസ്. അപ്പോൾ 110 കോടി രൂപ വേണ്ട, 51 കോടി രൂപ മതി എന്നുള്ള ടാക്സ് റിലീഫ് നോട്ടീസ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ബയോകോൺ ഫാർമ കമ്പനിയാണ്. ബയോകോണ് മേജറായിട്ടുള്ള സിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ഡൗൺഗ്രേഡ് ചെയ്തു. L&T കമ്പനി ഇന്ത്യൻ ആർമിയുടെ ഭാഗത്തുനിന്ന് ഈ സ്പെഷ്യൽ വെഹിക്കിൾസ് എല്ലാം തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസുകൾ. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് തന്നെ ട്രേഡ് ചെയ്യുക. ഗ്ലോബൽ മാർക്കറ്റ് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ, ഇന്ത്യൻ മാർക്കറ്റ് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത് പണി വാങ്ങിക്കാതെ നിൽക്കുക. ട്രെൻഡിനോടൊപ്പം പോകണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ട്രെൻഡിനെതിരെ പോകുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ച് വേണം ട്രേഡ് ചെയ്യാൻ. എസ്പെഷ്യലി ഓപ്ഷൻ റൈറ്റേഴ്സ് എല്ലാം തന്നെ കോളൊക്കെ ഷോർട്ട് ചെയ്ത് ഹ്യൂജ് ലോസ് വരുന്നത് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ്.
അപ്പോൾ എന്ത് ഓപ്ഷൻ റൈറ്റിംഗ് ആണെങ്കിലും ഓപ്ഷൻ ബൈയിങ് ആണെങ്കിലും നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോകുന്ന സമയത്ത് ആ ഒരു ട്രേഡിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നത് അത്ര നന്നായിരിക്കില്ല. അതിനെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. സ്റ്റോപ്പ് ലോസ് വെക്കാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ലോസ് വർദ്ധിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ലോസിലേക്കൊക്കെ പോകും. എനിവേ ശ്രദ്ധിക്കുക. താങ്ക് യു ആൾ.